ഞാൻ കുറെ ആയി ശ്രമിക്കണോ എന്റെ വീട്ടുകാരും താഴ്ത്തി കിട്ടുള്ള സംസാരം. നിങ്ങളുടെ വീട്ടുകാർ മാത്രം വലിയ ആൾക്കാർ, ഞങ്ങൾ മാത്രം. പിന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ വന്ന് പെണ്ണാലോചിച്ചത്? അതെന്റെ ഗതികേട്. ആർക്കായും ഒരു തെറ്റ് പറ്റുമല്ലോ. എന്തായാലും ഇപ്പൊ കല്യാണം ഉറപ്പിച്ച് പെട്ടുപോയില്ലേ ഞാൻ. പെട്ടുപോയിട്ടുണ്ടെങ്കിൽ കല്യാണം ഒന്നും കഴിഞ്ഞില്ലല്ലോ. ഇപ്പോഴും വേണ്ടാന്ന് വെക്കാം. ഒന്ന് വെച്ചിട്ട് പോയവിടുന്ന്. ഒന്ന് ഈ വീട്ടിനെ പുറത്തിറങ്ങാനും കൂടി വിളിച്ച് അനുവാദം ചോദിക്കണം. ആ ഡ്രസ് ഇടാൻ പറ്റില്ല, ഈ ഡ്രസ് ഇടാൻ പറ്റില്ല, അങ്ങനെ സംസാരിക്കണം, ഇങ്ങനെ സംസാരിക്കണം, അച്ചടി വാശിയേ പറ്റുള്ളൂ, അങ്ങനെ 100 കണ്ടീഷനാ. എന്റെ മോളെ ടോക്സിക് എന്നൊക്കെ പറയാൻ കുറഞ്ഞു പോകും. ഇതേതോ വലിയ സൈക്കോണ് തോന്നുന്നു. എന്തായാലും നിന്റെ ജീവിതമല്ലേ, അതങ്ങനെ പാഴാക്കി കളയാൻ നിൽക്കണ്ട. ഒന്നുകൂടെ മൂപ്പരോട് സംസാരിച്ചിട്ടെ വേണ്ട തീരുമാനം എടുക്കാൻ നോക്ക്. നീ ഒരു കാര്യം ചെയ്യ്, ആ കോൾ ലിസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഇപ്പൊ തന്നെ എനിക്ക് അയച്ചാ. ഈ ഫോൺ കോൾ കഴിഞ്ഞിട്ട് അയച്ചാ പോരെ? കല്യാണത്തിന് 2 ആഴ്ചയുള്ളൂ. നാട് മുഴുവൻ 10 കൊടുത്ത് വിളിച്ചു കഴിഞ്ഞു. കല്യാണം വേണ്ടെന്നാ? എനിക്കൊന്ന് ഭ്രാന്തായോ? അവൻ ഭ്രാന്താവേ, അവര് സൈക്കോ. അവൻ കുറെ റൂൾസ് അങ്ങോട്ട് ഇട്ട് തരും. അത് മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഒരക്ഷരം അങ്ങോട്ട് പറയാൻ പറ്റില്ല. ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ കല്യാണം എന്തായിരിക്കും എന്റെ അവസ്ഥ? ഞാൻ തീരുമാനിച്ചമ്മേ, എന്തായാലും ഈ കല്യാണം എനിക്ക് വേണ്ട. തോന്നിയ പോലെ കളിക്കുക. എന്റെ സമയത്തൊന്നും ഇവിടെ വിലയില്ലേ? നിർത്തടാ. ഇനി മേലെ എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ വിനോദേ നീ വിവരം അറിയും. എടി, കല്യാണത്തിന് ഇനി 2 ആഴ്ചയില്ല. അത് കഴിഞ്ഞ ഇമ്മാര് വർത്താനം വരെ നിന്നെ അടിച്ചു. അതിന് നിന്നെ പോലുള്ള മരമാക്കളിനൊക്കെ ആരാടാ കെട്ടാൻ വരുന്നത്? എന്റെ ദേഷ്യത്തെ നിന്നെ അങ്ങനെ എന്റെ കൺമുന്നിൽ ഇപ്പൊ കിട്ടിയിട്ടുണ്ടല്ലോ, ചവിട്ടി കൂട്ടി ഞാന്. പിന്നെ നിന്റെ മേലെടുത്ത തറവാട്ടിന്റെ അടുത്ത് പറയേ നിനക്ക് വേണ്ടിട്ട് ഒരു പോത്തിനെ ആലോചിക്കാൻ. അതാണെങ്കിൽ അങ്ങോട്ട് പറയുന്നൊക്കെ കേൾക്കുകയും ചെയ്യും, തിരിച്ചും ഒരക്ഷരം പറയൂല. അതൊക്കെയാണോ നിനക്ക് നല്ലത്? വെച്ചിട്ട് പോടാ.